കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 9:16 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. അഡ്വാൻസ്ഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫിൽ സ്ക്രീൻ ആക്കി മാറ്റുക. ഡിഫാൾട്ട് ഫോട്ടോ ഡ്യൂറേഷൻ 5 സെക്കൻഡായി സെറ്റ് ചെയ്യുക. ഡിഫാൾട്ട് ട്രാൻസിഷൻ ഡ്യൂറേഷൻ 2 സെക്കൻഡായും സെറ്റ് ചെയ്യുക. ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് ഫോൾഡറിൽ നിന്നും വീഡിയോയ്ക്ക് വേണ്ട ഇമേജുകളെല്ലാം ഒന്നൊന്നായി ഓപ്പൺ ചെയ്യുക. ഇവിടെ നാം 6 ഇമേജുകളാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള എഫക്റ്റുകൾക്ക് വേണ്ടി ഈ അസറ്റ് സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസിഷൻ എഫക്റ്റുകൾക്ക് വേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മാനുസ്ക്രിപ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. മാനുസ്ക്രിപ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. എഫക്റ്റ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ബാക്ക് ബട്ടൺ കൊടുക്കുക. ഗ്രാഫിക്സിന് വേണ്ടി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവയിൽ നിന്നും ട്രാവൽ സെലക്ട് ചെയ്യുക. ക്യാം മോഷൻ സെലക്ട് ചെയ്യുക. ഡൗൺലോഡ് കൊടുക്കുക. ഗ്രാഫിക്സ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അസറ്റ് സ്റ്റോർ ക്ലോസ് ചെയ്യാം. ആദ്യത്തെ ട്രാൻസിഷൻ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. മാനുസ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള 4 എഫക്റ്റുകൾ ലഭ്യമാണ്. ഓരോ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഏത് എഫക്റ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. ഇവിടെ നമുക്ക് 3ാമത്തെ ഈ എഫക്റ്റ് സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട എഫക്റ്റുകൾ നൽകുക. ഇവിടെ എല്ലാ ട്രാൻസിഷൻ പോയിന്റുകളിലേക്കും വേണ്ട എഫക്റ്റുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് സെലക്ട് ചെയ്യുക. ക്യാം മോഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള 6 ഗ്രാഫിക്സുകൾ ലഭ്യമാണ്. ഇവിടെ നമുക്ക് സൂം ഔട്ട് എന്ന ഈ ഗ്രാഫിക്സ് സെലക്ട് ചെയ്ത് നൽകാം. ബാക്കിയുള്ള എല്ലാ ഇമേജുകളിലും ഒന്നൊന്നായി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഗ്രാഫിക്സ് നൽകുക. ഇവിടെ എല്ലാ ഇമേജുകളിലേക്കും വേണ്ട ഗ്രാഫിക്സുകളും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് വീഡിയോ കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിൻഡോ ക്ലോസ് ചെയ്ത് പ്രോജക്റ്റിലേക്ക് തിരികെ എത്താം. ലെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ബേസിക് എഫക്ട്സ് സെലക്ട് ചെയ്യുക. ഗൗസിയൻ ബ്ലർ സെലക്ട് ചെയ്യുക. സ്ക്രീനിൽ നിന്നും ഈ മാസ്ക് ബാക്ക്ഗ്രൗണ്ട് പൂർണ്ണമായി മറയുന്ന രീതിയിൽ എൻലാർജ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ഇമേജ് ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങളുടെ കൈൻമാസ്റ്റർ ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ വീഡിയോ ലെയർ ഇതുപോലെ ഒരല്പം റെഡ്യൂസ് ചെയ്ത് ചെരിച്ചു വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ബോർഡർ ലൈൻ ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഈ ബോർഡർ ലൈൻ വീഡിയോ ലെയറിന് ചുറ്റുമായി വരുന്ന രീതിയിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ടൈം ലൈനിൽ നിന്നും ഈ ലെയറിന്റെ ഡ്യൂറേഷനും മുകളിലത്തെ ലെയറുകളുടെ ഡ്യൂറേഷന് സമമായി വെക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാംഗിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. ടൈം ലൈനിലുള്ള എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ ഒരുപോലെ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.